കാൽവിൻ പെർഫ്യൂംസിൻ്റെ 17ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ മെയിൻ ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫ്യൂം എങ്ങനെ നമുക്ക് ലാസ്റ്റിംഗ് ആക്കിയിട്ട് മീൻസ് ഒരു രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതിൻ്റെ സ്മെല്ല് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ടിപ്പ്. അതാണ് ഇന്ന് എൻ്റെ മെയിൻ അജണ്ട. ഈ എപ്പിസോഡിൻ്റെ മെയിൻ അജണ്ട അതാണ്. ഈ എപ്പിസോഡ് അവസാനം വരെയും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബോണസ് കൂടി പറഞ്ഞുതരാം. അതായത് ഒരു നീഷ് പെർഫ്യൂം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ തന്നെ ഒരു 90% ആളുകൾക്ക് പോലും പരിചയമില്ലാത്ത ഒരു ബ്രാൻഡ്, അതിൻ്റെ ഒരു നീഷ് പെർഫ്യൂം, എൻ്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നീഷ് പെർഫ്യൂമിനെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ ഇതിൻ്റെ ലോങ് ലാസ്റ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഷോപ്പിൽ വരുന്ന എല്ലാവരും ചോദിക്കുന്ന മെയിൻ കണ്ടന്റ് ലാസ്റ്റിംഗ് ഉള്ള പെർഫ്യൂമാണ്. പലരും ഈ പെർഫ്യൂംസ് സെലക്ട് ചെയ്യണതിൻ്റെ ഫസ്റ്റ് ഘടകം അത് തന്നെയാണ്. എനിക്ക് ചിലപ്പോൾ സമയത്ത് സങ്കടം തോന്നാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ചോദിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്മെല്ലുള്ള പെർഫ്യൂമൊക്കെ അവർ സെലക്ട് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലാസ്റ്റിംഗ് കുറവാണെന്ന് പറയുമ്പോഴത്തേക്കും അത് മേടിക്കാതെ പോകും. എന്നിട്ട് വളരെ ഡാർക്കുമായിട്ടുള്ള ഒരു പെർഫ്യൂം ആയിരിക്കും അവർ കൊണ്ടുപോവുക. കാരണം അവരുടെ മെയിൻ അജണ്ട ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ നമുക്കിഷ്ടമുള്ള മണങ്ങൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു റോസാപ്പൂ നമ്മുടെ മൂക്കിൽ വെച്ച് ഒന്ന് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൂ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ മണം മൂക്കിൽ നിന്ന് ഔട്ടായി. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലുകളെല്ലാം തന്നെ പെട്ടെന്ന് ഫെയ്ഡ് ഔട്ടായി പോകും. അതേസമയം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല്, ലൈക്ക് നിങ്ങളൊരു കാനയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു, അവിടെ നിന്ന് കിട്ടുന്ന ആ മണം ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് പോകില്ല. ഇത്രേ ഉള്ളൂ. ഹാർഡായിട്ടുള്ള സ്മെല്ലുകൾ കുറേയും കൂടി ലാസ്റ്റ് ചെയ്തങ്ങ് പോകും. സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലുകൾ പെട്ടെന്ന് ഫെയ്ഡായി പോകും. ഇതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോഫ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂംസിൻ്റെ സ്മെല്ലുകളായിരിക്കും ഏറ്റവും നല്ലതും അട്രാക്റ്റീവായിട്ട് വരുന്നത്. പക്ഷേ ആളുകൾക്ക് അത് മേടിക്കാനായിട്ട് താല്പര്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് കുറവാണെന്നുള്ളൊരു കാരണം കൊണ്ട്. എല്ലാവർക്കും അതാണ് ഇഷ്ടം, സോഫ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂംസാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെലക്ഷൻ വന്ന അവസാനം നിൽക്കുന്നത് ഏറ്റവും ഹാർഡായിട്ടുള്ള പെർഫ്യൂമിലായിരിക്കും. ഞാൻ അത് ഒന്ന് മാറ്റിയിട്ട് ആ ഇഷ്ടമുള്ള പെർഫ്യൂം തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഒരു പോക്കറ്റ് ആറ്റമൈസർ. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോക്കറ്റ് ആറ്റമൈസർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഒരു 100 രൂപ ആ റേഞ്ച് കാണുള്ളൂ. ഈ ഒരു ടൂൾ നിങ്ങൾ വാങ്ങിക്കുക. പോക്കറ്റ് ഒരു വിരലിൻ്റെ നീളമുള്ളൂ ഇതിന്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് റീഫില്ല് ചെയ്യാം. പെർഫ്യൂംസ് നിങ്ങൾ വാങ്ങിക്കുന്ന പെർഫ്യൂംസ് നിങ്ങൾക്ക് റീഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ ബോട്ടിൽ. പല ഷേപ്പിലുള്ള പെർഫ്യൂംസ് ബോട്ടിലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഈ ടിപ്പ് ഉണ്ടല്ലോ, ഈ അടിക്കുന്ന സ്പ്രേ വരുന്ന ഭാഗം, ആ ടിപ്പ് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ പോരും. ഇതൊക്കെ ഊരിയെടുത്തു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു നോസിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ പെന്നിൻ്റെ അടിയിൽ ബോട്ടമിൽ ഒരു ചെറിയൊരു ഹോളും ഉണ്ട്. ആ ഹോളിലേക്ക് ഈ നോസിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് പമ്പ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള ജ്യൂസ് ഈ പെന്നിലേക്ക് വരും. ഇതിൽ ജസ്റ്റ് 2 ml 3 ml 5 ml വരെ ഇതിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. നിങ്ങൾക്ക് നിറയ്ക്കുക. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും ഇത് പോക്കറ്റിലോ ബാഗിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടു കിടക്കുക. ഇടയ്ക്കൊന്ന് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം, എത്ര ലാസ്റ്റിംഗ് കുറവായിട്ടുള്ള പെർഫ്യൂമും നിങ്ങൾക്ക് ഈസി ആയിട്ട് വൈകുന്നേരം വരെ ആ സ്മെല്ലിനെ നമുക്ക് കൊണ്ടുപോകാം. ഇതാരും കാണുകയില്ല. പോക്കറ്റിൽ കിടന്നോളും, ബാഗിൽ കിടന്നോളും, എവിടെ വെച്ചാൽ കിടന്നോളും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് അപ്ലൈ ചെയ്യാം. ഒന്ന് ബാത്റൂമിൽ കയറിയിട്ടാണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പെർഫ്യൂം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വെറുതെ ഈ എന്താ പറയണ ഇഷ്ടമില്ലാത്ത ഒരു പെർഫ്യൂമിലേക്ക് ലാസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം എത്ര സോഫ്റ്റ് ആണെങ്കിലും 1 മണിക്കൂറേ ലാസ്റ്റ് ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ ടൂള്. രണ്ടാമതൊരു ടൂളും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാങ്ങിക്കുന്ന പെർഫ്യൂം ഇത് സോഫ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂം ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ തന്നെ പെർഫ്യൂം ഓയിലും കിട്ടും വാങ്ങിക്കാൻ. നമുക്ക് ചെറിയൊരു 6 ml 3 ml ഉള്ള ഒരു ബോട്ടിൽ കിട്ടും, ചെറിയ റോൺ ടൈപ്പ്. ഇത് അപ്ലൈ ചെയ്യണ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക. രണ്ടും കൂടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലാസ്റ്റിങ് നന്നായിട്ട് കിട്ടിക്കോളും. ഈ 2 കാര്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അതിൻ്റെ കൂടെ തന്നെ ഒരു നീഷ് പെർഫ്യൂം, സുവോളജിസ്റ്റ് പെർഫ്യൂംസ്, ഒരു കനേഡിയൻ പെർഫ്യൂമാണ്. ഒരു പക്ഷേ ആർക്കും ഞാൻ പറയില്ല, ഒരു 90% ആളുകൾക്കും പരിചയമില്ലാത്ത ഒരു പെർഫ്യൂം ബ്രാൻഡായിരിക്കും സുവോളജിസ്റ്റ് ബി.
സുവോളജിസ്റ്റ്, പെർഫ്യൂമിന്റെ പേര് സുവോളജിസ്റ്റ്, കമ്പനിയുടെ പേര് സുവോളജിസ്റ്റ്. ഞാൻ പറയാൻ പോകുന്ന പെർഫ്യൂമിന്റെ പേര് സുവോളജിസ്റ്റ് ബി. ആക്ച്വലി അതിൻ്റെ അകത്ത് നോട്ട്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നോട്ട്സുകൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക തേനിൻ്റെ മണമായിരിക്കും. ഒരു ഹാർഡ് തേനിൻ്റെ മണമായിരിക്കും, സോഫ്റ്റ് അല്ല, നല്ല തിക്കായിട്ടുള്ള തേനിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു AC ആംബിയൻസിൽ അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. തേനിൻ്റെ പെർഫ്യൂം, അതായത് തേനിൻ്റെ മണം ഇഷ്ടമുള്ള ആളുകൾക്ക് അതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. ലാസ്റ്റിംഗ് നല്ലോണം ഉണ്ട്. ഈ പെന്നി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. ആ പെർഫ്യൂം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ രാവിലത്തെ ആ അപ്ലൈയിൽ തന്നെ നമുക്ക് വൈകുന്നേരം വരെ കിട്ടാൻ ചാൻസ് ഉള്ള, മീൻസ് അത്രയും ലാസ്റ്റിംഗ് ഉണ്ട് അതിന് ഉള്ള ഒരു പെർഫ്യൂമാണ് സുവോളജിസ്റ്റ് ബി. അതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻ നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡീറ്റെയിൽസ്, പെർഫ്യൂംസിൻ്റെ ലിസ്റ്റ് എല്ലാം നമ്മുടെ വാട്സപ്പിൽ ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പ്രൈസിങ്ങും പിക്ചർ സഹിതം, അത് ഒറിജിനൽ പെർഫ്യൂമിൻ്റെ പിക്ചർ സഹിതം നമ്മൾ അതിൻ്റെ അകത്തിൽ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെയും എല്ലാവർക്കും ടാറ്റ.